ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ഹരിയും രോഹിത്തും കൂടെ വീടിനടുത്ത് ഒളിച്ചിരിക്കുകയാണ്. രണ്ടുപേരും ബൈക്കിൽ ഇരിക്കുകയാണ്. അപ്പം അങ്ങോട്ട് അവർ ആലീൻ്റെ അടുത്തേക്ക് പോകാമെന്ന് നമ്മുടെ ഹരി പറയാണ്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ, ഇപ്പം തന്നെ ചെല്ലണമെന്ന് ചോദിക്കുകയാണ്. രോഹിത്തിന് ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹരി പറയുന്നുണ്ട്, നമുക്കൊന്ന് ബൈക്കിൽ കറങ്ങിയിട്ട് പോവാം, നീ ഇങ്ങനെ പേടിക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ വണ്ടി എടുത്ത് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് രോഹിത്ത് വീട്ടിലേക്ക് വണ്ടിയിൽ കയറി വരുന്നതാണ്. കയറി വന്നിട്ട് നേരെ കോളിംഗ് ബെല്ലടിക്കുന്നു. അലീന ഒരു റൂമിലേക്ക് പോകാൻ പോവായിരുന്നു. കോളിംഗ് ബെല്ല് കേട്ട് അലീന വിൻഡോ വഴി പുറത്തേക്ക് നോക്കുമ്പോൾ രോഹിത്ത് നിൽക്കുന്നത് കാണുന്നു. അലീന രോഹിത്തിനെ അകത്തേക്ക് കയറ്റിയിട്ട് ഡോർ തുറന്ന് അകത്തേക്ക് കയറ്റുന്നു. എന്നിട്ട് രോഹിത്ത് അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഡോർ ലോക്ക് ചെയ്യുന്നു. രോഹിത്ത് അലീനയെ കണ്ടിട്ട് കണ്ട ഭാവം പോലും വയ്ക്കാതെ ഫോൺ വിളിച്ചുകൊണ്ട് മേളിലേക്ക് കയറി പോവാണ് കേട്ടോ. എലക്ഷൻ എന്ന രീതിയിൽ അതുകൊണ്ട് തിരികെ വന്നതെന്നൊക്കെ ബോധിപ്പിക്കാൻ എന്ന രീതി സംസാരിക്കുന്നുണ്ട്. പിന്നെ രോഹിത് നേരെ മേളിലേക്ക് പോകുന്നു. അലീന വാഷ്റൂമിൽ പോയി കഴുകാനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരുവാണ് കേട്ടോ. എന്നിട്ട് സോഫയിൽ നിന്ന് വേറെ കുറേ ഡ്രസ്സ് കൂടെ എടുക്കുകയാണ് കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം രോഹിത് മേളിൽ നിന്ന് കാണുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഹരി പുറത്ത് നിൽക്കുകയാണ് മതിലിന് വെളിയിൽ. നമ്മുടെ ശർമ്മ ഡോക്ടറിൻ്റെ ഡോഗ് ഹരിയെ കണ്ട് ഭയങ്കരമായിട്ട് കുരയ്ക്കുന്നുണ്ട്. ഹരി അതിനോട് മിണ്ടാതിരിക്കാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അലീന ഡ്രസ്സ് കഴുകാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോഴേക്കും നമ്മുടെ രോഹിത്ത് ബാൽക്കണി വഴി ഹരീനെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. ഹരി ഓടി വരുന്നുണ്ട്. രോഹിത്ത് പോയി അലീന കാണാതെ ഡോറ് തുറന്ന് കൊടുത്തിട്ട് മുറിയിലേക്ക് പോക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹരി മേളിലേക്ക് രോഹിത്തിൻ്റെ റൂമിലേക്ക് ഓടി പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ രോഹിത്ത് റൂം ലോക്ക് ചെയ്യുവാണ്. രോഹിത്ത് ഓടി മേളിൽ ചെന്നിട്ട് അവിടെ നോക്കുവാണ് അലീന എന്തെടുക്കുവാണെന്ന്. അലീന ഒരു ഗ്ലാസ് വെള്ളമായിട്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവുകയാണ്. ഇത് കണ്ട് ഉടനെ തന്നെ രോഹിത്ത് റൂമിൽ കയറി കതകടച്ചിട്ട് നമ്മുടെ ഹരിയോട് പ്ലാൻ ചെയ്യുവാണ്. അവൾ താഴെയുണ്ട്, വെള്ളമായിട്ട് മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അവൾക്ക് സംശയമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ഹരി തിരക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രോഹിത്ത് പറയുന്നുണ്ട് ഇല്ലയെന്ന്. അത് കഴിഞ്ഞ് ഹരി ആ ഒരു ഗുളിക മയക്കുമരുന്നെടുത്ത് നമ്മുടെ രോഹിത്തിൻ്റെ കൈ കൊടുക്കുവാണ്. എന്നിട്ട് ഇതാണ് സാധനമെന്ന് പറയും. അപ്പോൾ രോഹിത്ത് ചോദിക്കും ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഹരി മനുവിനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുവാണ്. നീ അലീനയെ വിളിക്കണം, ലെമൺ ജ്യൂസ് വേണമെന്ന് പറയണം. അപ്പോൾ അവളിവിടെ ലെമൺ ജ്യൂസ് കൊണ്ട് വയ്ക്കും. എന്നിട്ട് അവൾ പോകുമ്പോഴേക്കും നീ കുടിച്ചിട്ട് ഒരു വായ കുടിച്ചിട്ട് ഈ മരുന്ന് പൊട്ടിച്ച് അതിനകത്തേക്ക് ഇട്ടിട്ട് ഇളക്കണം വിരലുകൊണ്ട്. എന്നിട്ട് അവളോട് പറയണം കാർക്കിച്ച് തുപ്പണം. അപ്പോൾ അവൾ ആ ഉച്ചകേട് തിരിഞ്ഞു നോക്കും. അപ്പോൾ പറയണം ഇത് വായി വെക്കാൻ കൊള്ളില്ലെന്ന് പറയണം. എന്നിട്ട് നീ കുടിച്ചു നോക്കാൻ പറഞ്ഞ് കൊടുക്കണം. അപ്പോൾ അവൾ 1-2 വാ കുടിച്ച് കഴിയുമ്പോഴേക്കും ആൾ ബോധം പോവും. അത്രയ്ക്ക് വലിയ മയക്കുമരുന്ന് ഇതെന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ രോഹിത്തിന് ഭയങ്കര ടെൻഷനുണ്ട് കേട്ടോ. അവൾ കുടിച്ചില്ലെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരി പറയുന്നുണ്ട് അവൾ കുടിക്കും, നീ നിർബന്ധിച്ച് കൊടുക്കണം എന്നൊക്കെ പറയുവാണ്. നീ ദേഷ്യപ്പെട്ടാൽ മതി എന്നൊക്കെ പറയുവാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഹരി പറയുന്നുണ്ട് നിനക്ക് അത്രയ്ക്ക് പേടിയാണെങ്കിൽ നീ ആദ്യം തുണി കഴുകാൻ വേണ്ടി അവളെ വിളിക്ക്, അപ്പോൾ തുണി എടുത്തിട്ട് പോകുമല്ലോ, അപ്പോൾ നിനക്ക് ജ്യൂസിൻ്റെ കാര്യം പറയാമെന്ന് പറയും. അപ്പോൾ നമ്മുടെ രോഹിത്ത് കുറേ ധൈര്യമൊക്കെ സംഭരിച്ച് വെച്ചിട്ട് അലീനെ വിളിക്കാൻ പോവാണ്. നമ്മുടെ ഹരി അപ്പോൾ വാഷ്റൂമിൽ കയറി ഒളിച്ചിരിക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ രോഹിത്ത് വന്ന് നോക്കുമ്പോഴേക്കും അലീനെ താഴെ കാണുന്നില്ല. അലീന എന്ന് 2 വട്ടം വിളിക്കും. അപ്പോൾ അലീന എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും എവിടെയായിരുന്നു എന്ന് രോഹിത്ത് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ പറയും ഡ്രസ്സ് വാഷ് ചെയ്യാനിട്ടേക്കുമായിരുന്നു എന്ന്. അപ്പോൾ രോഹിത്ത് പറയും എൻ്റെ ഡ്രസ്സ് ഉണ്ടെന്ന് പറയും. അപ്പോൾ അലീന പറയും ഞാൻ ഓൾറെഡി വാഷിംഗ് മെഷീനിൽ ഇട്ടുപോയി എന്ന് പറയുമ്പോൾ രോഹിത്ത് പറയും കൈ കൊണ്ട് കഴിയാൽ മതി എന്ന് പറയുമ്പോൾ അലീന റൂമിലേക്ക് വന്ന് അതെടുക്കും. രോഹിത്ത് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അപ്പോൾ രോഹിത്ത് അലീനോട് പറയും എനിക്ക് നല്ല മധുരമുള്ളൊരു ഫ്രഷ് ലൈം വേണമെന്ന് പറയും. അപ്പോൾ അലീന ശരി എന്ന് പറഞ്ഞ് താഴത്തേക്ക് പോവും. രോഹിത്തിന് ഭയങ്കര ടെൻഷനാണ്. രോഹിത്ത് പോയിട്ട് നമ്മുടെ വാഷ്റൂമിൻ്റെ ഡോറ് നോക്ക് ചെയ്യും. തട്ടുമ്പോഴേക്കും ഹരി ചോദിക്കും എന്താണെന്ന് ചോദിക്കും. എടാ അവൾ വന്നു ഡ്രസ്സ് എടുത്തുകൊണ്ട് പോയി എന്ന് പറയും. അതിന് നിന്നെ എന്തെങ്കിലും വിറക്കണേന്ന് ചോദിക്കും. എനിക്ക് പേടിയാവുന്നടാ അവൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹരിയാണെങ്കിൽ ഒരു ക്രിമിനൽ മൈൻഡാണ്, ഇതിൽ എക്സ്പേർട്ടാണല്ലോ. അപ്പോൾ ഹരി പറയും നീ ഇങ്ങനെ പേടിക്കല്ലേ, അവൾ നിന്നോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്, നീ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടി വരെ വാങ്ങി തന്നില്ലേ, നീ ധൈര്യത്തോടെ നിൽക്കാന്നൊക്കെ പറയും. എന്നിട്ട് ഹരി അപ്പോൾ ധൈര്യത്തോടെ നിൽക്കാൻ തുടങ്ങും. അപ്പോൾ അലീന താഴെ ഫ്രഷ് ലൈം എടുത്തുകൊണ്ട് മേലിലേക്ക് വരാൻ പോകുമ്പോൾ ഫോൺ റിങ് ചെയ്യും അലീനയുടെ. അലീന ഫോൺ എടുക്കുമ്പോൾ രേവതിക്കുട്ടിയാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയും എന്താണ് തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിക്കാതിരുന്നേന്ന് ഇങ്ങനെ തിരക്കും. അപ്പോൾ അലീന പറയും രോഹിത്ത് വന്നായിരുന്നു എന്ന് പറയും. അതെന്തിനാ രോഹിത്ത് വന്നത്, ആ ചേട്ടന് ക്ലാസ് ഒന്നും ഇല്ലായിരുന്നോ എന്നിങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി തിരക്കുമ്പോൾ പറയും അറിയില്ല, ഞാൻ തിരക്കൊന്നുമില്ല, എന്നോട് പിണക്കാണല്ലോ അതുകൊണ്ട് ഞാൻ സംസാരിച്ചില്ലെന്ന് പറയും. അപ്പോൾ രോഹിത്ത് വന്നാൽ ചേച്ചി എന്താ വിളിക്കാതിരിക്കണേന്ന് ചോദിക്കുമ്പോഴേക്കും അലീന പറയും രോഹിത്ത് വന്നിട്ട് എന്നോടൊരു നാരങ്ങ വെള്ളം ചോദിച്ചു, അത് മുറിയിലേക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു, ഞാൻ മുറിയിലേക്ക് കൊണ്ട് കൊടുക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു അതെന്തിനാ ചേച്ചി മുറിയിലേക്ക് കൊണ്ട് കൊടുക്കുന്നത്, വേണമെങ്കിൽ താഴത്തേക്ക് വരാൻ പറ, താഴെ വന്ന് കുടിക്കട്ടെ എന്ന് പറയും കേട്ടോ.
എന്നിട്ട് പറയും ചേച്ചിക്ക് ഒരു പ്രാവശ്യം ഒരു ദുരനുഭവം ഉണ്ടായതല്ലേ, പിന്നെ എന്തിനാ ചേച്ചി മുറിയിലേക്ക് പോകണമെന്ന് ചോദിക്കുമ്പോൾ അലീന പറയും അതിൽ പിന്നെ എന്നെ പേടിയാ, എൻ്റെ മുഖത്ത് പോലും നോക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് അലീന ജ്യൂസായിട്ട് നേരെ മേളിലേക്ക് പോവും. മേളിലേക്ക് പോയിട്ട് രോഹിത്തിൻ്റെ കതവിൽ തട്ടും. രോഹിത്ത് ഭയങ്കര ടെൻഷനാണ്, പേടിയാണ്. രോഹിത്ത് പോയി റൂം തുറക്കും. അപ്പോൾ അലീന ജ്യൂസായിട്ട് വന്ന് രോഹിത്തിന് ജ്യൂസ് കൊടുക്കും. എന്നിട്ട് അലീന ചോദിക്കും ഇന്നെന്താ ക്ലാസ് ഇല്ലായിരുന്നു, സ്ട്രൈക്കാണെന്ന് ചോദിക്കും. അപ്പോൾ രോഹിത്ത് പറയും അതൊക്കെ എന്തിനാ നീ അറിയണമെന്ന് ചോദിക്കും. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് എന്നോട് എന്താ പിണക്കാണോ, ഇതുവരെ ദേഷ്യം മാറിയില്ല, ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ രോഹിത്ത് ഒട്ടും അടുക്കുന്നില്ല, ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് അലീനയോട്. അലീന എന്നിട്ട് രോഹിത്തിനോട് പറയുകയാണ് എനിക്ക് ഒരു ഉപദേശം പറയാനുള്ളൂ, നന്നായിട്ട് പഠിക്കണം, വെറുതെ അലമ്പരുത് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. നീ എന്നെ ഉപദേശിക്കേണ്ടെന്ന് രോഹിത്ത് ബഹളം വയ്ക്കുമ്പോൾ അലീന മുറിയിൽ നിന്ന് പോവും. അപ്പോൾ രോഹിത്ത് നമ്മുടെ നാരങ്ങ വെള്ളം കുടിക്കും. കുടിച്ചിട്ട് ഒരു കവിള് വായിലിങ്ങനെ കൊണ്ടിട്ട് ഓടിപ്പോയി നമ്മുടെ മയക്കുമരുന്ന് എടുത്തിട്ട് ആ നാരങ്ങ വെള്ളത്തിനകത്തേക്ക് ഇടും. എന്നിട്ട് അലീന എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കും ആ വെള്ളം തുപ്പിക്കളഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ ടെൻഷനാവും, എന്താണെന്നിങ്ങനെ ചോദിച്ചിട്ട് റൂമിലേക്ക് കയറി വരുമ്പോഴേക്കും താഴെ ഈ വെള്ളം കിടക്കുന്നത് കാണും കേട്ടോ. അപ്പോൾ നമ്മുടെ രോഹിത്ത് ചോദിക്കും ചീഞ്ഞ നാരങ്ങയാണോ നീ എനിക്ക് വേണ്ടി പിഴിഞ്ഞേന്ന് ചോദിക്കുമ്പോൾ അലീന പറയും അല്ല നല്ലതാണെന്ന് പറയും. എങ്കിലും നീ ഒന്ന് കുടിക്കാൻ പറയും. അപ്പോൾ ഇങ്ങനെ അലീന ആലോചിക്കും ഞാൻ കുടിച്ചാൽ പിന്നെ. അപ്പോൾ രോഹിത്ത് പറയും നീ കുടിച്ചാലല്ലേ അതിൻ്റെ രുചി അറിയാവൂ, കുടിക്കുമെന്ന് പറയും. അപ്പോൾ അലീന നാരങ്ങ വെള്ളം കുടിക്കാൻ പോകുമ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.